നമസ്കാരം, വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സസ്യങ്ങളെ പരിചയപ്പെടുത്താനല്ല വന്നിരിക്കുന്നത് കേട്ടോ, ഒരു വിശേഷപ്പെട്ട കാഴ്ച കാണിച്ചു തരാനാണ്. മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ലാമലയിൽ ആനമല ഹോം സ്റ്റേയിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വിശേഷ കാഴ്ച കണ്ടു. മറ്റൊന്നല്ല, കൈത്തറി നെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല അല്ലേ. വസ്ത്രത്തോട് ഒരുപാട് ഭ്രമമുണ്ട് എങ്കിലും, കൈത്തറി വസ്ത്രം എന്ന് കേട്ടിട്ടുണ്ട് എങ്കിലും, എങ്ങനെയാണ് നെയ്ത്തുശാലയിൽ നെയ്യണേന്ന് നമ്മുടെ കുട്ടികളാരും കണ്ടിട്ടില്ല. അപ്പോൾ ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ചേട്ടൻ്റെ പേരെന്താ? രാമചന്ദ്രൻ ചേട്ടനും. ചേട്ടൻ്റെ പേര് തങ്കരാജ്. രണ്ടാളും ചേർന്നിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. രണ്ടാളും ഈ സ്ഥലത്ത് ഈ തൊട്ടടുത്ത താമസം അല്ലേ? നെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇന്നവർ നെയ്യാൻ തുടങ്ങുക കേട്ടോ. നല്ല കേരളക്കര സാരിയാണ് നെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഡയമണ്ട് ഷെയ്ഡിലുള്ള ഗോൾഡൻ ത്രെഡാണ് ഇപ്പോൾ അവർ ചെയ്യണേ. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ചെയ്ത് വരണേ. അപ്പോൾ ഓരോ വസ്ത്രവും എത്ര കഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ എത്ര കലകൾ അതിനുള്ളിലുണ്ട്, ശ്രദ്ധ അതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കാണിച്ചു തരണേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒന്നാണ് കൈത്തറി നെയ്ത്ത്. ഒരു സാരി നെയ്യണമാണ് എടുത്തത്. ഇതിപ്പോൾ ഡിസൈൻ അല്ല, പ്ലെയിൻ മുണ്ട്, ഡബിൾ മുണ്ടാണ് കണ്ടോ. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ നൂലുകൾ കണ്ടോ. ഈ നൂലാണ് അവിടെ ചെന്നവർ ആ കറക്റ്റ് അളവിൽ ചെയ്തുകൊണ്ട് തന്നെ. രണ്ട് രീതിയിലാണ് അദ്ദേഹം അത്. ഇതിപ്പോൾ ഡബിൾ മുണ്ടാണ് ചെയ്യണേ, പ്ലെയിൻ മുണ്ടാണ് ചെയ്യണേ. നേരത്തെ കസവ് ഇവരെങ്ങനെയാണ് നെയ്യണേ കാണിച്ചു. കണ്ടില്ലേ, ഓരോ ഇഴകൾ ഇതിൻ്റെ ബോർഡർ കയറി വരുന്നു കണ്ടോ. ഇങ്ങനെയാണ് കൈത്തറി. കണ്ടോ, ഇഴകൾ ചേർന്ന് വരുന്ന ഒറിജിനൽ കൈത്തറി വസ്ത്രം നമുക്കിവിടെ നെയ്ത് കാണിച്ചു തരുകയാണ്. അപ്പോൾ ഇവിടെ വന്നാലും ഇവർ ചെയ്യണ കൈത്തറി വസ്ത്രങ്ങൾ കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കുട്ടികളൊക്കെ ഇതും കണ്ടിരിക്കണം എങ്ങനെയാണ് വസ്ത്രം നെയ്യുന്നത് എന്നുള്ളത്. മുണ്ട് കണ്ടില്ലേ എത്ര ഫിനിഷിങ്ങിലാണ് അതിൻ്റെ കരയായാലും അതിൻ്റെ നൂലായാലും വന്നിരിക്കണേ കണ്ടോ. ഇതാണിപ്പോൾ നമ്മൾ കണ്ടതാ. ഇത്ര ഭാഗം ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത്. അതാ നീണ്ടു കിടക്കണു നൂലുകൾ. അപ്പോൾ ഇനി കൈത്തറി മെഷീൻ, കൈത്തറിയിൽ എങ്ങനെയാണ് നെയ്യണത്, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ല, കൈത്തറി മുണ്ട് പരസ്യത്തിൽ കണ്ടാൽ പോരാ, യഥാർത്ഥത്തിൽ കാണാം കേട്ടോ. അപ്പോൾ കൈത്തറി വസ്ത്രങ്ങൾ എങ്ങനെയാണ് നെയ്തുണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കസവ് പുടവകൾ ഈ വിഷുക്കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാവരും അണിയുന്നതാണ്. അപ്പോൾ ഈ വസ്ത്രങ്ങളുടെ പ്രാധാന്യവും അതെങ്ങനെയാണ് ഇവിടെ നിർമ്മിച്ചിരുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും നമസ്കാരം.